ഹായ് ഓൾ, വെൽക്കം ടു റിയൽ ഫാക്ട്സ്. നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത് കെമിസ്ട്രിയിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ 10th പ്രിലിംസിന് നടന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കെമിസ്ട്രി മാത്രമാണ് നമ്മളിന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മൊത്തം ചെയ്ത് തീർക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അത് നടക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യനാണ് കൊണ്ടുവന്നേക്കുന്നത്. കൂട്ടത്തിൽ കണക്റ്റഡ് ഫാക്ട്സ് നമുക്ക് പറഞ്ഞു പോവാം, കുറേയൊക്കെ നമുക്ക് പറയാം. അപ്പം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് നല്ലതുപോലെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനിയും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിരുന്ന വീഡിയോസ് കിട്ടത്തില്ല. പിന്നെ നമുക്ക് വീഡിയോയ്ക്ക് ക്ലാരിറ്റി എന്തെങ്കിലും കുറവുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയുന്നതിൽ വ്യക്തത ഇല്ലെങ്കിലോ ഒക്കെ എന്ത് ചെയ്യാം, കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ കിടന്നാലോ. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇത് ഇനി വരുന്ന 10th മെയിൻസിന് നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ പഠിച്ചുകൊണ്ട് പോകേണ്ടതാണേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പം നേരെ വീഡിയോ ഇട്ടില്ല, കൂടുതലൊന്നും പറയുന്നില്ല, ഇനി വീഡിയോയിലിട്ട് തന്നെ നടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കിയേ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി നമുക്കറിയാം. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാ? ക്ലോറിൻ, ബ്രോമിൻ, ഫ്ലൂറിൻ, അയഡിൻ. ഉത്തരം നമുക്കറിയാം ഏതാ? ഫ്ലൂറിനാണ് അല്ലേ. ഫ്ലൂറിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയത്. പിന്നെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും. എങ്ങനെ? ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റിൽ എങ്ങനെ പറയുന്നത്? അപ്പം പീരീഡ്സ് അല്ലേ. ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയുമ്പം പീരീഡിലല്ലേ പറയുന്നത്? പീരീഡ്സിൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഫ്രം ഗ്രൂപ്പിൽ പറയുമ്പോൾ എങ്ങനെ? ഗ്രൂപ്പ് മേളിൽ നിന്ന് താഴോട്ടല്ലേ വരുന്നത്. അപ്പം ടോപ്പ് ടു ബോട്ടം, ടോപ്പ് ടു ബോട്ടം. എങ്ങനെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് പറയാം? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിക്രീസസ്. ഓക്കെ, ഡിക്രീസസ്. മനസ്സിലാവുന്നുണ്ടോ? ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം പീരീഡ്സിലാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസസും, ഗ്രൂപ്പിലാണെങ്കിൽ ടോപ്പ് ടു ബോട്ടം, അത് മേളിൽ നിന്ന് താഴോട്ടല്ലേ ഗ്രൂപ്പ് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പം പീരീഡ്സിലാവുമ്പം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ന്യൂക്ലിയർ ചാർജിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. ന്യൂക്ലിയർ ചാർജ്. ഗ്രൂപ്പിലാണെങ്കിൽ എന്തായിരിക്കും? താഴോട്ട് വരുമ്പോൾ അറ്റോമിക് സൈസല്ലേ കൂടുന്നത്. അപ്പോൾ അറ്റോമിക് സൈസ് കൂടുന്നത് കൊണ്ടാണ് എന്ത് വരുന്നത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുന്നത്. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണെന്ന് നമുക്കറിയാം. ഒരു വാലൻസ് ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു? മറ്റൊരു ഫോഴ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? അട്രാക്റ്റ് ചെയ്യുന്നതിന് അവിടെ ഇരിക്കാനുള്ള സ്ഥിരത കുറവ് വരുന്നത് കാരണം എന്ത് ചെയ്യാം? വിട്ടുകൊടുക്കുക. അതാണ് ആ ടെൻഡൻസി. ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവ് വളരെ കുറവായിരിക്കും. അതായത് ന്യൂക്ലിയസിനോട് ഭയങ്കര അട്രാക്ഷനാണ്. അതുകൊണ്ട് ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താ? പോസിറ്റീവ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവും ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കത്തില്ലേ. ഇപ്പോൾ അറ്റോമിക് സൈസ് ആണെങ്കിൽ എന്താ? വലിയതാകുമ്പോൾ പുറത്തേക്ക് പോകുന്നതോറും ഏറ്റവും വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണിന് എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂക്ലിയർ ചാർജ് കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഗ്രൂപ്പിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണെന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ പിന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഓർഡർ ഓർത്തിരിക്കണേ. മെയിനായിട്ടുള്ള കുറച്ച് എലമെൻസിൻ്റെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഏതാ? ഫ്ലൂറിനാണ്. ഫ്ലൂറിൻ കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ഏതാണെന്ന് അറിയാമോ? ഓക്സിജനാണ്. അത് കഴിഞ്ഞാൽ നൈട്രജനാണ്. അത് കഴിഞ്ഞ് ക്ലോറിനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ബ്രോമിനുണ്ട്, സൾഫറുണ്ട്, ഇങ്ങനെ പോവും. ഓർത്തിരിക്കുക, ഇത്രയെങ്കിലും ഒന്ന് ഓർത്തിരിക്കുക. ജസ്റ്റ് മെയിനായിട്ട് ഈ ക്ലോറിൻ വരെയുള്ളതെങ്കിലും ഒന്ന് ഓർത്തിരിക്കണേ. ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ. അപ്പോൾ നമ്മൾ പറയും നമ്മളെപ്പോഴും പറയുന്നത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിന. അപ്പം ഈ ഒരു ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ നമ്മളെപ്പോഴും പറയുന്നത് ഇത്രയുമാണ്. മെയിനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ ആളുകളെ കൂടെ ഓർത്തിരിക്കുക. ഫ്ലൂറിൻ, ഓക്സിജൻ. ഫ്ലൂറിൻ കഴിഞ്ഞ് സെക്കൻഡ് മോസ്റ്റ് വരുന്നത് ഓക്സിജനാണ്, അടുത്തത് നൈട്രജനാണ്, അത് കഴിഞ്ഞാൽ ക്ലോറിൻ. അത് കഴിഞ്ഞിട്ടാണ് ക്ലോറിനും ബ്രോമിനും അയഡിനൊക്കെ വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കണേ. പിന്നെ അത് കഴിഞ്ഞ് സീസിയം, ഫ്രാൻസിയം ഒക്കെ വരുന്നുണ്ട്. കാരണം ഏറ്റവും കുറവ് വരുന്നത് ഏതാ? ഫ്രാൻസിയമാണ്. ഫ്രാൻസിയം കുറവല്ലേ. അപ്പോൾ ഇത്ര ഓർത്തിരിക്കുക. അറ്റോമിക് സൈസ് വലുതാവും തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുന്നു, ന്യൂക്ലിയർ ചാർജ് കൂടുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നു. അപ്പോൾ പീരീഡ്സിലും ഗ്രൂപ്പിലും ഓർത്തിരിക്കുക. ഇലക്ട്രോ നെഗറ്റിവിറ്റി കണ്ടുപിടിച്ചതാരാ? ലിനസ് പോളിംഗ് ആണ്. നമുക്കറിയാം ലിനസ് പോളിംഗ് ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കണ്ടുപിടിച്ചത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അടുത്ത ചോദ്യം നോക്കൂ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ്? അൽനിക്കോ. അപ്പം ഉത്തരം ഏതാ? അൽനിക്കോ. അപ്പം നമുക്ക് പിന്നെ നോക്കൂ, സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കുന്ന അലോയ് സ്റ്റീൽ അൽനിക്കോ എന്ന്. ഓപ്ഷൻ എ നിക്രോം. നിക്രോം എന്താണ്? നിക്രോമിനകത്ത് ഹീറ്റിംഗ് കോയിലായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ നിക്രോം എന്താണ്? ഹീറ്റിംഗ് കോയിൽ. നിക്രോമിനകത്ത് വരുന്നതാണ് നിക്കല് ക്രോമിയം. ഇതാണ് എന്ത് ചെയ്യുന്നത്? നിക്രോമിനകത്ത് വരുന്ന എലമെൻറ്റ്സ് ഓർത്തിരിക്കട്ടെ. പിന്നെ ചെറിയ അളവിൽ മാംഗനീസും അയണും വരുന്നുണ്ട്, അത് ഓർത്തിരിക്കേണ്ട. പിന്നെ ഇതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് ഓർത്തിരിക്കുക. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇത് ഹീറ്റിംഗ് ഓയിലായിട്ട് ഉപയോഗിക്കുന്നത്. ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ളതുകൊണ്ടാണ് നിക്രോമിനെ ഹീറ്റിംഗ് ഓയിലായിട്ട് നമ്മൾ ഇലക്ട്രിക് ഇൻസുലേറ്റ് നമ്മൾ വയറിങ്ങിലൊക്കെ ഉപയോഗിക്കുന്നില്ലേ, അത് നിക്രോം ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഓപ്ഷൻ അൽനിക്കോ പറഞ്ഞല്ലോ. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്താ? പറയാം, സ്റ്റീൽ എന്ന് പറയുമ്പോൾ അയണും കാർബണും ആണല്ലോ. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ അയണും കാർബണും പിന്നെ അതിൻ്റെ കൂടെ ക്രോമിയവും നിക്കലും ഉണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, അയണും കാർബണും മെയിനായിട്ട് ഓർത്തിരിക്കുക. അയണും കാർബൺ പിന്നെ ക്രോമിയം പിന്നെ നിക്കൽ, ഇത്രയും വരുന്നതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഓർത്തിരിക്കണേ. പിന്നെ വെങ്കലം എന്നല്ല അടുത്ത ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. വെങ്കലം അതായത് എന്താ? വെങ്കലം എന്ന് പറയുമ്പോൾ എന്താ? ബ്രോൺസിൻ്റെ കണ്ടൻറ്റ് ഏതൊക്കെയാണ്? എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ബ്രോൺസ് എന്തൊക്കെ ചേർന്നത്? ബ്രോൺസ് കോപ്പറും ടിന്നും ചേരുമ്പോഴാണ് എന്താവുന്നത്? ബ്രോൺസ് ആവുന്നത്. കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ എത്ര? 29. ടിന്നാണെങ്കിലോ 50. ടിന്നിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ഏതാ? SN. അതിൻ്റെ സ്റ്റാനം നമ്മൾ പറയത്തില്ലേ, സ്റ്റാനം 50 അറ്റോമിക് നമ്പർ. ഓർത്തിരിക്കണേ. കോപ്പർ ആണെങ്കിൽ 29. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായോ? അടുത്ത ചോദ്യം നോക്ക്. താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതെന്നാ ചോദ്യം. ഏതാ ഇതിനകത്ത്? പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, ബേക്കലൈറ്റ്, നൈലോൺ. ഉത്തരം ഏതാ? ബേക്കലൈറ്റ്. ഉത്തരം ഏതാ? ബേക്കലൈറ്റ് ആണ് എന്ത്? തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത്. അപ്പോൾ ബേക്കലൈറ്റ് എന്താണത്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗം എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആവും. തെർമോപ്ലാസ്റ്റിക് ഏതാ, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഏതാണ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ ഈ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ? ഈ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ ചൂട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് സെറ്റ് ആയിട്ടിരിക്കും. അതായത് പിന്നെ അതിന് രൂപമാറ്റം സംഭവിക്കാൻ പറ്റത്തില്ല. അതായത് വെൻ ഹീറ്റഡ് അതെന്ത് ചെയ്യുന്നുണ്ട്? അതിന് വേറെ മറ്റൊരു രൂപത്തിലോട്ടൊന്നും ആക്കാൻ പറ്റില്ല. അത് സെറ്റാവുന്ന പറയുമ്പോൾ ഹാർഡൻ ആവുമല്ലേ. വെൻ ഹീറ്റഡ് ഇറ്റ് ഹാർഡൻ. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡെഫിനേഷൻ പറയുവാണെങ്കിൽ. അതിന് ഉദാഹരണങ്ങൾ ഓർത്തിരിക്കണേ. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബേക്കലൈറ്റ് എന്താണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. പിന്നെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് ഇപ്പോക്സി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇപ്പോക്സി, വൾക്കനൈസ്ഡ് റബ്ബർ, പിന്നെ മെലാമിൻ, പോളിയൂറേത്രീൻ, അതൊക്കെ എക്സാമ്പിളായിട്ട് വരുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം? ബേക്കലൈറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷകൾക്ക് വരുന്നത് ചോർത്തിരിക്കുക. പിന്നെ വൾക്കനൈസ്ഡ് റബ്ബറും എന്തിന് ഉദാഹരണമാണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് വൾക്കനൈസ്ഡ് റബ്ബർ. പിന്നെ ഇപ്പോക്സി ഓർത്തിരിക്കണം. ഈ പെയിൻറ്റിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന സംഭവമല്ല ഇപ്പോക്സി. പെയിൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണ് ഇപ്പോക്സി. അപ്പോൾ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഓർത്തിരിക്കുക. ഇനി തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുമ്പം ഇവിടെ ഓപ്ഷനിൽ കൊടുത്തേക്കുന്ന ഏതൊക്കെയാണ്? പോളിത്തീൻ ഉണ്ട്, പോളിവിനൈൽ ക്ലോറൈഡ് ഉണ്ട്, നൈലോൺ ഉണ്ട്. അപ്പോൾ കൂടാതെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ടെഫ്ലോൺ എന്താണ്? തെർമോപ്ലാസ്റ്റിക്കാണ്. ടെഫ്ലോൺ ഉണ്ട്. പോളിസ്റ്റൈറീൻ, അക്രിലിക് പെയിൻസിൽ വരുന്ന അക്രിലിക് പെയിൻസിലൊക്കെയാണ് എന്ത് വരുന്നത്? അക്രിലിക് വരുന്നത്. അപ്പോൾ അക്രിലിക്ക് ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ടെഫ്ലോൺ ഇമ്പോർട്ടൻ്റ് ആണ്. പോളിസ്റ്റൈറിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോളി വരുന്നതൊക്കെ എന്തുവാ? തെർമോപ്ലാസ്റ്റിക് ആണ്. പോളിസ്റ്റൈറിൻ ഇതെല്ലാം
തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഓർത്തിരിക്കുമല്ലോ, തെർമോ സെറ്റിങ്ങിൽ വരുന്ന ഏതൊക്കെയാണ്? സെറ്റാവും, ഇത് ചൂട് കൊടുക്കുമ്പം അത് സെറ്റാവും. ഹാർഡൻ വെൻ ഹീറ്റഡ് ഇറ്റ് ഹാർഡൻസ് പെർമനൻ്റ്ലി അത് അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്കറിയാം ബേക്ക് ലൈറ്റൊക്കെ ഈ സ്വിച്ച് ബോർഡൊക്കെ നിർമ്മിക്കാൻ ബേക്ക് ലൈറ്റിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ റേഡിയോ, ടെലിവിഷൻ, പിന്നെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേകതരം ഒരു പ്ലാസ്റ്റിക്കിലല്ലേ വരുന്നത്, അത് ബേക്ക് ലൈറ്റാണ്, ബേക്ക് ലൈറ്റ്. അപ്പം അത് ഓർത്തിരിക്കുക. പിന്നെ തെർമോപ്ലാസ്റ്റിക് നമ്മൾ പറഞ്ഞത് പോളിസ്റ്റൈറീൻ, അക്രിലിക്, ടെഫ്ലോൺ, ഇതൊക്കെ എന്താണ്? നൈലോൺ, ഇതൊക്കെ എന്താണ്? തെർമോപ്ലാസ്റ്റിക്കാണ്. പിന്നെ പോളിവിനൈൽ ക്ലോറൈഡിനെ പറയുമ്പം പോളിവിനൈൽ ക്ലോറൈഡ് അതിൻ്റെ മോണോമർ എന്തോന്ന് എപ്പോഴും നമ്മളടുത്ത് ചോദിക്കുന്നതാണ്. പോളിവിനൈൽ ക്ലോറൈഡിൻ്റെ മോണോമറാണ് എന്ത്? വിനൈൽ ക്ലോറൈഡ്. പോളിവിനൈൽ എന്ന് പറയുമ്പോൾ അത് പോളിമർ അല്ലേ. അപ്പോൾ ഒത്തിരി ഈ വിനൈൽ ക്ലോറൈഡിൻ്റെ ഒത്തിരി മോളിക്കൂൾ ചേരുമ്പോൾ എന്താവുന്നത്? പോളിവിനൈൽ ക്ലോറൈഡാണ്. അപ്പോൾ അത് പോളിമറായി. അപ്പം വിനൈൽ ക്ലോറൈഡാണ് എന്ത്? മോണോമറിൻ്റെ യൂണിറ്റുകളെ ചേർത്ത് പറയുന്നതല്ലേ നമ്മൾ പോളിമർ എന്ന് പറയുന്നത്. പോളിമർ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ മോണോമേഴ്സ് ചേർന്നുണ്ടാകുന്ന സംഭവമാണ് എന്താ? പോളിമേഴ്സ്. അപ്പം പോളിവിനൈൽ ക്ലോറൈഡിൻ്റെ മോണോമറാണ് വിനൈൽ ക്ലോറൈഡ്. പ്രീവിയസ് ആണ്, എപ്പോഴും ചോദിക്കും. പിന്നെ അതിൻ്റെ ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ ഫോർമുല എങ്ങാനും ചോദിക്കുവാണെങ്കിൽ CH2 ഡബിൾ ബോണ്ട് CHCl മോണോമറാണ്. മോണോമറിൻ്റെ കാര്യം പറയുന്നത് വിനൈൽ ക്ലോറൈഡിൻ്റെ. ഇത് മോണോമർ ആകുമ്പം വിനൈൽ ക്ലോറൈഡ് CH2 ഡബിൾ ബോണ്ട് CHCl. ഇതിനെ പോളിമർ ആകുമ്പോൾ എന്താ? പോളിവിനൈൽ ക്ലോറൈഡ്. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് മാറിയിട്ട് എന്താകും? CH2 CHCl എന്നാവും. മനസ്സിലായി? അതായത് ഈ ഡബിൾ ബോണ്ട് മാറിയിട്ട് പിന്നെ എങ്ങനെ വരച്ച് കാണിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? ഇവിടെ ഇങ്ങനെ ഒരു കാർബൺ എപ്പോഴും 4 വാലൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ 2 ബോണ്ടല്ലേ നമ്മൾ പറഞ്ഞ CH2, അപ്പോൾ 2 എണ്ണം കൊടുത്തു. അപ്പോൾ അടുത്ത ചെയിൻ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് പോകും, അല്ലെങ്കിൽ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു H കൊടുത്തു, ഒരു Cl കൊടുത്തു. അപ്പോൾ താഴോട്ട് ഇങ്ങനെ പോകും, അല്ലെങ്കിൽ സൈഡിലോട്ട് ഇങ്ങനെ പോകും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? പോളിമേഴ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് അത്രയും മതി. അപ്പോൾ അവിടെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം, പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ വില്യം ഏണസ്റ്റ് റൂദർഫോർഡ്, ഗോൾഡ്സ്റ്റീൻ, JJ തോംസൺ, വില്യം ക്രൂക്സ്. ആരാ പ്രോട്ടോണിന് ആ പേര് നൽകിയത്? നമുക്കറിയാം ഏണസ്റ്റ് റൂദർഫോർഡാണ് പ്രോട്ടോണിന് ആ പേര് നൽകിയത്. പിന്നെ നമുക്കറിയാം JJ തോംസൻ്റെ പ്രത്യേകത എന്താ? ഇലക്ട്രോൺ കണ്ടുപിടിച്ചു. പിന്നെ പ്രോട്ടോൺ നമ്മൾ പറഞ്ഞു, ഏണസ്റ്റ് റൂദർഫോർഡ്. പിന്നെ ആരുണ്ട്? ജെയിംസ് ചാഡ്വിക്ക് എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? ന്യൂട്രോണും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടോൺ ആണെങ്കിൽ പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺ ആണെങ്കിൽ നെഗറ്റീവ് ചാർജ്, ന്യൂട്രോൺ ആണെങ്കിൽ ചാർജ് ഇല്ല. അപ്പോൾ ഇത്ര അറിയാലോ. നമുക്കറിയാം പെൻ RTC നമ്മളെപ്പോഴും ഒരു കോഡ് പോലെ നമ്മൾ പഠിച്ചു വെക്കുന്നുണ്ടല്ലേ. പെൻ RTC. P എന്താണ്? പ്രോട്ടോൺ. ആരാ? റൂദർഫോർഡ്. ഇലക്ട്രോൺ JJ തോംസൻ്റെ T ആണ് ഈ കാണുന്നത്. ന്യൂട്രോൺ ചാഡ്വിക്ക്. ഇത് ഓർത്തിരിക്കുമല്ലോ. പിന്നെ നമുക്ക് ഒന്നുകൂടെ പറയുവാണെങ്കിൽ ഈ പിന്നെ അപ്പുറത്ത് കിടക്കുന്ന ഗോൾഡ്സ്റ്റീൻ, വില്യം ക്രൂക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ താലിയം കണ്ടുപിടിച്ചത് ആരാണ്? വില്യം ക്രൂക്സ് ആണ്. താലി എന്ന് പറയുന്ന എലമെൻ്റ് ഇല്ലേ, അത് കണ്ടുപിടിച്ചത് വില്യം ക്രൂക്സ് ആണ്. ഗോൾഡ്സ്റ്റീൻ എക്സ്പെരിമെൻ്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പറയുന്നുണ്ട്. ഗോൾഡ്സ്റ്റീനിൻ്റെ എക്സ്പെരിമെൻറ്റ് നമ്മൾ പഠിക്കുന്നില്ലേ? ഗോൾഡ്സ്റ്റീൻ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. സത്യത്തിൽ അത് ആദ്യം ഗോൾഡ്സ്റ്റീൻ ചെയ്തു, പിന്നെ അതിൻ്റെ രൂപമാറ്റം ചെയ്ത് JJ തോംസൺ ചെയ്തു. അങ്ങനെയാണ് അതിനകത്ത് നിന്ന് എന്ത് കണ്ടുപിടിക്കുന്നത്? ഇലക്ട്രോൺ, കാഥോഡ് റേ, ആൽഫ റേ ഒക്കെ കണ്ടുപിടിക്കും. പോസിറ്റീവ് നെഗറ്റീവ് ചാർജുള്ള റേസ് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്നാണ് ഇലക്ട്രോണിനെ അദ്ദേഹം ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് രണ്ടുപേരും പറയുന്നുണ്ട്. ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾ ആ സമയത്ത് ഉത്തരം എഴുതുക. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റൂദർഫോർഡിനെ തന്നെ ഒന്നുകൂടെ പറയുവാണെങ്കിൽ അദ്ദേഹം ഈ പ്രോട്ടോൺ എങ്ങനെ കണ്ടെത്തിയത്? ന്യൂക്ലിയസിലൂടെയാണ് കണ്ടെത്തിയത്. ന്യൂക്ലിയസ് കണ്ടെത്തിയതും ആര് തന്നെയാണ്? ഈ ഏണസ്റ്റ് റൂദർഫോർഡ് തന്നെയാണ്. ന്യൂക്ലിയസ് കണ്ടെത്തിയതും ആരാ? ഏണസ്റ്റ് റൂദർഫോർഡ് തന്നെയാണ്. അദ്ദേഹം ചെയ്ത എക്സ്പെരിമെൻറ്റിൻ്റെ പേരെന്താണ്? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. മറ്റേതാണെങ്കിൽ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. ഇത് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. എന്താ ചെയ്തതെന്ന് അറിയാവോ?
ഒരു പോസിറ്റീവ് ചാർജുള്ള കണങ്ങളെ റേസ് എന്നാണ് പറയുന്നത് നമ്മൾ. പോസിറ്റീവ് ചാർജുള്ള ആൽഫ റേസിനെ എന്ത് ചെയ്തു, ഒരു ഗ്ലാസ് ട്യൂബിലൂടെ കടത്തി വിടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ആറ്റത്തിൻ്റെ സെൻറ്റർ അടുക്കുന്നവർ എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിക്കിൾസ് ഡിസ്ട്രാക്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം മനസ്സിലായി, പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിളല്ലേ ആറ്റത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് ഡിഫ്ലക്റ്റ് ചെയ്ത് വലിയ വിധത്തിൽ ഡിഫ്ലക്റ്റ് ചെയ്ത് ദൂരോട്ട് പോകുന്നത്. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ആറ്റത്തിൻ്റെ സെൻറ്ററിൽ എന്തോ പോസിറ്റീവുകൾ എന്തോ സംഭവമുണ്ട്. അതിനെ അദ്ദേഹം എന്തെന്ന് വിളിച്ചു, ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവാണേ. അപ്പം ആ ചാർജ് വിട്ട റേസിനെയാണ് പ്രോട്ടോൺസ് എന്നും അതിൽ നിന്ന് തെറിച്ച് പോയ അതിനെ പ്രോട്ടോൺസ് എന്നും വിളിച്ചു. മനസ്സിലായോ? അതാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. അപ്പം അടുത്ത ചോദ്യം നോക്കാം. എൽ പി ജിയിലെ മുഖ്യ ഘടകം ഏതാ? എൽ പി ജിയിലെ മുഖ്യ ഘടകം മീഥെയ്ൻ, ബ്യൂട്ടൈൻ, ഈഥെയ്ൻ, പ്രൊപ്പെയ്ൻ. ഏതാ? ബ്യൂട്ടൈനാണ് എൽ പി ജിയിലെ മുഖ്യ ഘടകം. മീഥെയ്ൻ എന്തിലെ മുഖ്യ ഘടകമാണ്? മീഥെയ്ൻ എന്തിലേലും മുഖ്യ ഘടകമാണോ? അതെയാണ്. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് CNG എന്ന് പറയും. CNGയിലെ മുഖ്യ ഘടകം എന്താണ്? മീഥെയ്നാണ്. ആൽക്കഹോളൊക്കെ ആണെങ്കിൽ ഈഥെയ്ൻ നമുക്കറിയാം. അപ്പോൾ മീഥെയ്നെ മറ്റൊരു പേര് അറിയപ്പെടുമല്ലോ, മീഥെയ്ൻ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ചതുപ്പ് വാതകം. നമ്മൾ പറയും മാർഷ് ഗ്യാസ് അല്ലെങ്കിൽ ചതുപ്പ് വാതകം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാ? ഈ മീഥെയ്നാണ്. പിന്നെ വാട്ടർ ഗ്യാസ് അറിയാമോ? നമ്മൾ വാട്ടർ ഗ്യാസ് പഠിക്കുന്നില്ലേ? വാട്ടർ ഗ്യാസ് കേട്ടിട്ടുണ്ടോ? എന്താ വാട്ടർ ഗ്യാസ്? കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടെ ചേരുമ്പോഴാണ് എന്താവുന്നത്? വാട്ടർ ഗ്യാസ് ആവുന്നത്. പിന്നെ പ്രൊപ്പെയിൻ എൽ പി ജിയിൽ ഒരു ചെറിയ ഘടകമായിട്ട് വരുന്നതാണ് എന്ത്? പ്രൊപ്പെയിൻ. അപ്പം മെയിൻ ഘടകം ബ്യൂട്ടൈനാണ്, എപ്പോഴും പഠിച്ചേക്കുക. പിന്നെ എൽ പി ജിയിൽ സ്മെല്ലിംഗ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നത് ഏതാ? സ്മെല്ലിംഗ് ഏജൻറ്റ് ഈഥെയ്ൽ മെർക്യാപ്റ്റൻ. സ്മെല്ല്. അപ്പം ഗ്യാസൊക്കെ ലീക്ക് ആവുന്നുണ്ടോ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? ഈഥെയ്ൽ മെർക്യാപ്റ്റൻ കാരണമാണ്. ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം നോക്ക്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ലാക്ടോമീറ്റർ, ബാരോമീറ്റർ, തെർമോമീറ്റർ, ഹൈഡ്രോമീറ്റർ. ഇത് ഈ ക്വസ്റ്റ്യൻ ഇച്ചിരി ക്ലാരിറ്റി കുറവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇച്ചിരി ക്വാളിറ്റിയിൽ ഇട്ട് കാണുക. കാരണം ഇത് സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇച്ചിരി ബ്ലർ ആവുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ക്വാളിറ്റിയിലിട്ടിട്ട് ഒരു 260p ഇടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ക്വാളിറ്റി കിട്ടും നിങ്ങൾക്ക്. അപ്പം ലാക്ടോമീറ്റർ, ബാരോമീറ്റർ, തെർമോമീറ്റർ, ഹൈഡ്രോമീറ്റർ. ഏതാ അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത്? നമുക്കറിയാം ഏതാ? ബാരോമീറ്ററാണ് അന്തരീക്ഷമർദ്ദം. ലാക്ടോമീറ്റർ ആണെങ്കിൽ എന്താ? മിൽക്കിൻ്റെ ഡെൻസിറ്റി അല്ലേ, പാലിൻ്റെ സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? ലാക്ടോമീറ്റർ. ഡെൻസിറ്റി ഓഫ് മിൽക്ക്, ഡെൻസിറ്റി എന്ന് തന്നെ പഠിച്ചു വെക്കണേ, ഡെൻസിറ്റി ഓഫ് മിൽക്ക്. പിന്നെ തെർമോമീറ്റർ എന്താ? ടെമ്പറേച്ചർ അളക്കാൻ, ടെമ്പറേച്ചർ. പിന്നെ ഹൈഡ്രോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹൈഗ്രോമീറ്റർ ആണെങ്കിൽ ഹ്യൂമിഡിറ്റി, ഹൈഡ്രോമീറ്റർ ആണെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പഠിച്ചു നോക്കണം. റിലേറ്റീവ് ഡെൻസിറ്റി ആയിട്ട് ഡെൻസിറ്റി അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രോമീറ്റർ. പിന്നെ നമുക്കറിയാം ഹൈഗ്രോമീറ്റർ ആണെങ്കിൽ എന്താ? അതാണ് ഹ്യൂമിഡിറ്റി അളക്കാൻ ഉപയോഗിക്കുന്നത്. ഹ്യൂമിഡിറ്റി മാറിപ്പോവല്ലേ. അപ്പം ഈ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുമ്പം രണ്ട് ദ്രാവകങ്ങൾ വേണ്ടേ, രണ്ട് ദ്രാവകങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡെൻസിറ്റി പരസ്പരം റിലേറ്റീവ് ഡെൻസിറ്റി നോക്കാനാണ് ഹൈഡ്രോമീറ്റർ ഉപയോഗിക്കുന്നത്. അത് ബയോൻസി ഒക്കെ വെച്ച് നമ്മൾ ഫിസിക്സ് ഒക്കെ പറയുന്നുണ്ട്. ബയോൻസി അത് തത്വമില്ലേ, നമ്മൾ ബയോൻസി പ്രിൻസിപ്പിൾ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഈ റിലേറ്റീവ് ഡെൻസിറ്റി നോക്കുന്നത്. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുമല്ലോ. ലാക്ടോമീറ്റർ മിൽക്കിൻ്റെ ഡെൻസിറ്റി, തെർമോമീറ്റർ ടെമ്പറേച്ചർ, ബാരോമീറ്റർ അറ്റ്മോസ്ഫറിക് പ്രഷർ, റിലേറ്റീവ് ഡെൻസിറ്റി ഹൈഡ്രോമീറ്റർ. കൂടാതെ അറ്റ്മോസ്ഫറിക് പ്രഷർ നോക്കാൻ വേറൊരു ഉപകരണവും കൂടെ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാനോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ഉപകരണമാണ് എന്ത്? മാനോമീറ്റർ. പിന്നെ അനിമോമീറ്റർ ഓർമ്മയുണ്ടോ? അനിമോമീറ്റർ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കറിയാം വിൻഡാണ് കേട്ടോ. വിൻഡിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? അനിമോമീറ്റർ. അപ്പോൾ ഇത്രയും ആ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? അപ്പോൾ ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതെന്ന ചോദ്യം. ബന്ധപ്പെടാത്ത വരയ്ക്കണേ. അത് അടുത്ത പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചു. ഇലക്ട്രോണിനെ കണ്ടെത്തി, ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി, ന്യൂട്രോണിനെ കണ്ടെത്തി. അപ്പം ഏതോ 3 അദ്ദേഹവുമായി ബന്ധപ്പെടാത്തതും ഒരെണ്ണം എന്താ ബന്ധപ്പെടാത്തതും. പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചു, അത് ശരിയാണ് കേട്ടോ. ഇലക്ട്രോണിനെ കണ്ടെത്തി, നമ്മൾ നേരത്തെ പറഞ്ഞു.
ഡിസ്ചാർജ് ടു പരീക്ഷണങ്ങൾ നടത്തിയത് നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ. ഡിസ്ചാർജ് ടു പരീക്ഷണങ്ങൾ ഗോൾഡ്സ്റ്റീൻ്റെ കഴിഞ്ഞിട്ട് ആരാ നടത്തിയേക്കുന്നത്? ജെ തോംസനാണ് നടത്തിയേക്കുന്നത്. അപ്പോൾ അതും ശരിയാണ്. ന്യൂട്രോണിനെ കണ്ടെത്തി നമ്മൾ പറഞ്ഞു. ആരാ നേരത്തെ ന്യൂട്രോണിനെ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ജെയിംസ് ചാഡ്വിക്ക് എന്ന് പറഞ്ഞു. ചാഡ്വിക്ക്. പെൻ RTC നമ്മൾ പഠിച്ചില്ലേ, പെൻ RTC. അതിനകത്ത് NLA ന്യൂട്രോൺ, GC ചാഡ്വിക്ക് ഉണ്ടോ. അപ്പം ന്യൂട്രോണിനെ കണ്ടെത്തിയത് ചാഡ്വിക്ക്. ബാക്കി പ്ലം പുഡിംഗ് മാതൃക അത് ജെ തോമസുമായി ബന്ധപ്പെട്ടതാണ്, ഓർത്തിരിക്കുക, പ്ലം പുഡിംഗ് മാതൃക. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാമേ. റബ്ബറിൻ്റെ മോണോമർ നിയോപ്രിൻ, ഐസോപ്രിൻ, ബ്യൂണാസ്, ബ്യൂണാൻ. റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? റബ്ബറിൻ്റെ മോണോമർ നമുക്കറിയാം ഏതാണ്? ഐസോപ്രിൻ ആണ്. ഐസോപ്രിൻ അതായത് നാച്ചുറൽ റബ്ബറിൻ്റെ മോണോമറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഐസോപ്രിൻ എന്ന് പറയുമ്പോൾ എന്താണ്? നാച്ചുറൽ റബ്ബറാണ്, നാച്ചുറൽ റബ്ബർ. പിന്നെ നിയോപ്രിൻ എന്താണ്? നിയോപ്രിൻ സിന്തറ്റിക് റബ്ബറാണ്. എന്താണ്? സിന്തറ്റിക് റബ്ബർ. സിന്തറ്റിക് റബ്ബർ എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വരുന്നത്, അതാണ് സിന്തറ്റിക് റബ്ബർ. അതിൻ്റെ മോണോമർ ഏതാണ്? അതിൻ്റെ പേരാണ് നിയോപ്രിൻ. അതിൻ്റെ മോണോമർ ഏതാണ്? ക്ലോറോപ്രിൻ. ഏതാണ്? ക്ലോറോപ്രിൻ. ഓർത്തിരിക്കണേ. അപ്പം റബ്ബറിൻ്റെ മോണോമർ എന്ന് ചോദിച്ചാൽ ഐസോപ്രിൻ ആണ്. സിന്തറ്റിക് റബ്ബറിൻ്റെ മോണോമറാണ് ഏത്? ക്ലോറോപ്രിൻ. സിന്തറ്റിക് റബ്ബറിൻ്റെ പേരെന്താണ്? നിയോപ്രിൻ. പിന്നെ ബ്യൂണാസ്, ബ്യൂണാൻ, ഇതെല്ലാം എന്താണ്? ഒരുതരം സിന്തറ്റിക് റബ്ബറുകൾ തന്നെയാണ്. അപ്പോൾ ആ ചോദ്യത്തെ അത്ര ഓർത്തിരിക്കുക. പിന്നെ ലാറ്റക്സ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ലാറ്റക്സ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡാണ്. ഫോമിക് ആസിഡ്. ഓർത്തിരിക്കണേ. അടുത്ത ചോദ്യം നോക്കൂ. റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് ആരാണ്? റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് ആരാണ്? ഗോൾഡ്സ്റ്റീൻ, വില്യം ക്രൂക്സ്, ഹെൻറി ബെക്കുറൽ, ഹാൻസ് ഗീഗർ. ആരാണ്? ഉത്തരം എന്താണ്? ഹെൻറി ബെക്കുറലാണ് റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത്. റേഡിയോ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് പിന്നെയും ഹെൻറി ബെക്കുറലിൻ്റെ തിയറിയെ പഠിച്ചിട്ട് പിന്നീട് ഇതിനെ കുറിച്ച് പഠനം നടത്തിയ ആൾക്കാരാണ് ഏത്? മേരി ക്യൂറിയും പിയറി ക്യൂറിയും. അപ്പോൾ ബെക്കുറലാണ് ഇതിൻ്റെ SI യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഈ റേഡിയോ ആക്ടിവിറ്റിയുടെ SI യൂണിറ്റും ഏത് തന്നെയാണ്? ബെക്കുറൽ. ഇങ്ങനെയാണ് ബെക്കുറൽ BQ. പിന്നെ മറ്റൊരു യൂണിറ്റ് ഉണ്ട്, ഏതാണ്? ക്യൂറി എന്നറിയപ്പെടും. ക്യൂറി ഇതും എന്താണ്? റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് തന്നെയാണ്. ഈ റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിക്കാൻ ഈ ഹെൻറി ബെക്കുറൽ ഉപയോഗിച്ചത് ഏതിനെയായിരുന്നു? യുറേനിയത്തിനെയാണ് കേട്ടോ, യുറേനിയത്തിനെ. അപ്പോൾ അതുകൂടെ ഓർത്തിരിക്കണേ. അപ്പം ഇത്രയും റേഡിയോ ആക്ടിവിറ്റി ആയിട്ട് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ അടുത്തൊരു ചോദ്യം നോക്കൂ. അടുത്ത ചോദ്യത്തിലോട്ട് എടുക്കാം. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരിനാണ്? ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി, ഓർ ഫിൽട്രേഷനൊക്കെ നമ്മൾ പല മെത്തേഡ്സ് പറയുന്നുണ്ട്. അതിനകത്ത് ലീച്ചിങ്ങിനെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. സ്വർണം, ടിന്ന്, ഇരുമ്പ്, അലൂമിനിയം. സ്വർണം, ടിന്ന്, അലൂമിനിയം, ഇരുമ്പ്. ഏതാണ്? അലൂമിനിയത്തിൻ്റെ ഉത്തരം. അലൂമിനിയത്തിൻ്റെ ലീച്ചിങ് പ്രോസസ്സ് സാന്ദ്രണ രീതിയാണ് ലീച്ചിങ്. പിന്നെ വേറെ സ്വർണത്തിനാണെങ്കിൽ ഏതെന്നറിയാമോ? സ്വർണത്തിനാണെങ്കിലും ലീച്ചിങ് പ്രോസസ്സ് ഉപയോഗിക്കും. പക്ഷേ ഇതിനകത്ത് അലൂമിനിയത്തിന് മാത്രമായിട്ട് വരുന്ന ഒരു പ്രോസസ്സിങ്ങാണ് ഏത്? ലീച്ചിങ്. ഓർത്തിരിക്കണേ. പിന്നെ അടുത്ത് വരുന്ന ഇരുമ്പൊക്കെ ആണെങ്കിൽ ഏത് സെപ്പറേഷൻ ആയിരിക്കും? മാഗ്നറ്റിക് സെപ്പറേഷൻ ആയിരിക്കും. മാഗ്നറ്റിക് സെപ്പറേഷൻ. ഓർത്തിരിക്കണേ. മാഗ്നറ്റിക് സെപ്പറേഷൻ. ടിന്നാണെങ്കിലോ? ടിന്നിൻ്റെ ഏതാണ്? ടിന്ന് ഗ്രാവിറ്റിക് സെപ്പറേഷനാണ്. ഗ്രാവിറ്റിക് സെപ്പറേഷൻ. അപ്പോൾ ടിന്ന് കൂടാതെ ലെഡിൻ്റെയും ഏതാണ്? ടിന്നും ലെഡും ഗ്രാവിറ്റിക് സെപ്പറേഷനാണ് ഫിൽട്രേഷൻ മെത്തേഡിൽ വരുന്നത്. ലെഡിൻ്റെയും ടിന്നിൻ്റെയും ഓക്സൈഡുകളെ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഗ്രാവിറ്റിക് സെപ്പറേഷൻ. ഓക്കെ. അലൂമിനിയം ആണെങ്കിൽ ലീച്ചിങ്. സ്വർണത്തിനും ലീച്ചിങ് വരുന്നുണ്ട്. പിന്നെ സ്വർണത്തിൻ്റേത് കറക്റ്റ് പറയുവാണെങ്കിൽ എനിക്കറിയില്ല ഏതാണെന്ന്, ഞാൻ ഒന്നുകൂടെ നോക്കണം അത്. പിന്നെ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണ്? സൾഫൈഡ് ഓറുകൾ എപ്പോഴും നമ്മൾ പറയുന്നത് അല്ലേ? സൾഫൈഡ് ഓറുകളാണെങ്കിൽ ഏത് വരും? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഇത് മിക്കവാറും ഡിഗ്രി ലെവൽ +2 അതിനൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഏത് അയിരിൻ്റെ സാന്ദ്രണ രീതിയാണെന്ന്? ഏതാ? സൾഫൈഡ് ഓറുകളുടെ സാന്ദ്രണ രീതിയാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ.
പിന്നെ സിങ്ക് ഒക്കെ ആണെങ്കിൽ റോസ്റ്റിങ് വരും. സിങ്ക് ഒക്കെ ആണെങ്കിൽ റോസ്റ്റിങ് സിങ്കിനാണെങ്കിൽ ഏതാ റോസ്റ്റിങ് ഓർത്തിരിക്കുക. പിന്നെ വേറെന്താ, അയണിൻ്റെ പറഞ്ഞല്ലോ, അയണും കോപ്പറൊക്കെ ആണെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണെങ്കിൽ സൾഫൈഡ് ഓറ് മെർക്കുറിയും ഫ്രോത്ത് ഫ്ലോട്ടേഷന് വരുവേ. ഗ്രാവിറ്റിക് സെപ്പറേഷൻ ആണെങ്കിൽ ടിന്ന് ലെഡ്. ഇതിൻ്റെയൊക്കെ ടിന്നിൻ്റെ ഏതാണ്, ടിന്നിൻ്റെ ഓറ ഏതാണ്, ടിന്നിൻ്റെ ഓറ ഏതാണ്, കാസിറ്ററൈറ്റ്. കാസറ്റെല്ലാം ടിന്നിലിട്ട് വെക്കുന്നതെന്ന് ഓർത്താൽ മതി, കാസിറ്ററൈറ്റ്. ലെഡ് ആണെങ്കിൽ ഏതാ, ലെഡ് ആണെങ്കിൽ ഗലീന, ലെഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സിങ്ക് ആണെങ്കിൽ അറിയാലോ, കലാമിൻ. മെർക്കുറി ആണെങ്കിൽ സിന്നബാർ. ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അലൂമിനിയത്തിൽ നമുക്ക് എപ്പോഴും അറിയാം, ബോക്സൈറ്റ്, ഓർത്തിരിക്കണം. പിന്നെ അയണിൻ്റെ ആണെങ്കിൽ എന്താ, ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റിസ്. കോപ്പർ ആണെങ്കിൽ കോപ്പർ പൈറൈറ്റിസ്, കുപ്രൈറ്റ്. ഓർത്തിരിക്കണേ. ഇത്രയും മതി അതിനകത്ത്. ബാക്കി നോക്കുക. അടുത്ത ചോദ്യം, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളാണ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് എന്ത്? ഐസോബാറുകൾ, ഐസോട്ടോണുകൾ, ഐസോട്ടോപ്പുകൾ, ഉപലോഹങ്ങൾ. ഏതാണ്? ഐസോബാറുകളാണ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഇത്, ഐസോബാറുകൾ. ഐസോബാറുകൾക്ക് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ കാർബൺ 14, നൈട്രജൻ 14. അപ്പോൾ ഇതിൻ്റെ നോക്കിയേ, ഒരേ തരം എന്താണ്, മാസ് നമ്പറാണ് വന്നിരിക്കുന്നത്. കാർബണിൻ്റെ മാസ് നമ്പർ എത്ര? 14 നമുക്കറിയാം. നൈട്രജനും എന്ത് വരുന്നുണ്ട് ഇതിനകത്ത് ഏത് വരും? നൈട്രജന് 14 അറ്റോമിക് മാസ് നമ്പർ വരുമ്പോൾ അത് ഏതാണ്? ഐസോബാറുകളുടെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അപ്പം ഇതിന് രണ്ടിനും വ്യത്യസ്ത അറ്റോമിക് നമ്പർ അല്ലേ? ഇത് കാർബണിൻ്റെ ആണെങ്കിൽ എത്ര? കാർബണിൻ്റെ ആണെങ്കിൽ 6, നൈട്രജൻ്റെ ആണെങ്കിലോ 7. നമ്മൾ പറഞ്ഞില്ലേ? അപ്പോൾ ഇതാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പം ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറും. വേറെ അടുത്ത് പറയുവാണെങ്കിൽ ഏത് പറയാം? ഐസോട്ടോണുകൾ നോക്കി. ഐസോട്ടോണുകൾ എന്താ? ഐസോട്ടോൺ എന്ന് പറയുമ്പം സെയിം നമ്പർ ഓഫ് എന്തായിരിക്കും? ന്യൂട്രോൺ ആയിരിക്കും. ന്യൂട്രോണിൻ്റെ എണ്ണം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഐസോട്ടോണുകളാണെങ്കിൽ ന്യൂട്രോണിൻ്റെ എണ്ണം സെയിമും പ്രോട്ടോണിൻ്റെ എണ്ണം ഡിഫറൻ്റ് ആയിരിക്കും. സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺ ആണെങ്കിൽ എന്താണത്? ഐസോട്ടോണുകൾ. പ്രോട്ടോണിൻ്റെ എണ്ണം അവിടെ ഡിഫറൻ്റ് ആയിരിക്കും. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ എങ്ങനെ പറയാം? സൾഫർ 36, ക്ലോറിൻ 37. അവയുടെ എന്തായിരിക്കണം? ഒരേ ന്യൂട്രോൺ നമ്പർ എന്നല്ലേ നമ്മൾ പറഞ്ഞ, ഒരേ ന്യൂട്രോൺ നമ്പർ. അതാണ് അവിടെ ഓർത്തിരിക്കുന്നത്. ന്യൂട്രോണിൻ്റെ എണ്ണം തുല്യമായിരിക്കും. അപ്പോൾ ഈ നമ്മൾ ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ എന്താ? മാസ് നമ്പറിൽ നിന്ന് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്യുമ്പോഴല്ലേ നമുക്ക് ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടുന്നത്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ എന്താ? പ്രോട്ടോണിൻ്റെ എണ്ണം. പ്രോട്ടോണിൻ്റെ എണ്ണത്തെ നമ്മൾ എന്തെന്ന് പറയുന്നത്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പം ന്യൂട്രോണിൻ്റെ എണ്ണം ഇതിനകത്ത് ഈ പറഞ്ഞ സൾഫറിലും ക്ലോറിലും ഈ ഒരു ഐസോട്ടോണുകളാണോ ഇതൊന്നും നമ്മളെങ്ങനെ ചെക്ക് ചെയ്യുന്നത്? സൾഫറിൻ്റെ അറ്റോമിക് നമ്പർ എത്ര? സൾഫറിൻ്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 16. ക്ലോറിനാണെങ്കിൽ 17. അപ്പം ഇതിൽ നിന്ന് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുക. 36 നിന്ന് 16 കുറച്ച് എത്ര വരും? 36 - 16 എത്ര? 20. അതുപോലെ ക്ലോറിനെടുത്ത് 37 നിന്ന് 17 കുറച്ച് എത്ര വരും? 20. അപ്പോൾ രണ്ടിടത്തും ഒരേ നമ്പർ ഓഫ് ന്യൂട്രോൺ അല്ലേ കിട്ടിയത്? അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഐസോട്ടോണുകൾ എന്ന് പറയുന്നത്. ഐസോട്ടോണുകൾക്ക് ഉദാഹരണം ഒന്ന് ഓർത്തിരിക്കുക, സൾഫർ, ക്ലോറിൻ, ഈ സംഖ്യ ഓർത്തിരിക്കുക. സൾഫർ 36 മാസ് നമ്പറാണ് ഓർത്തിരിക്കേണ്ടത്, 37. ഇതൊക്കെ എന്താണ്? ഐസോട്ടോണുകളാണ്. അപ്പം മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പറാണ് എന്ത്? ന്യൂട്രോണിൻ്റെ എണ്ണം. അറ്റോമിക് നമ്പറിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രോട്ടോണിൻ്റെ എണ്ണത്തിനെയാണ് അറ്റോമിക് നമ്പർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് EZ. അപ്പോൾ ഇത്ര ഓർത്തിരിക്കണേ. പിന്നെ ഐസോട്ടോപ്പുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഉദാഹരണം പറയുന്നതിന് മുമ്പ് എന്താണ് ഐസോട്ടോപ്പുകൾ എന്ന് പറഞ്ഞാൽ? ഡിഫറൻറ്റ് മാസ് നമ്പരും, അതായത് ഐസോബാറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഐസോട്ടോപ്പുകൾ. ഡിഫറൻറ്റ് മാസ് നമ്പരും പിന്നെ സെയിം അറ്റോമിക് നമ്പരും ആയിരിക്കും. ഡിഫറൻറ്റ് മാസ് നമ്പരും സെയിം അറ്റോമിക് നമ്പരും ചേരുന്നതാണ് എന്താ? ഐസോട്ടോപ്പുകൾ. നമ്മൾ ഈ ഐസോബാറുകൾ പറഞ്ഞു ഒരേ മാസ് നമ്പറാണെന്ന്. അപ്പോൾ ഐസോട്ടോപ്പുകൾ വരുമ്പോൾ എന്ത് വരും?
ഡിഫറൻറ്റ് മാസ് നമ്പർ ആവും. മനസ്സിലായോ? അപ്പം അത് ഓർത്തിരിക്കുക. അതിനൊരു ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്ക് ഏത് പറയാം? ബോറോൺ 12 പറയാം. പിന്നെ കാർബൺ 13 പറയാം. അപ്പോൾ ഇതിന് രണ്ടിലും എന്താണ്? എന്താണ് ഇത്? ഐസോടോപ്പുകൾക്ക് ഉദാഹരണമാണ്. അല്ല, ഇത് ഐസോടോണുകൾക്കാണ് ഉദാഹരണം കേട്ടോ. ഇത് ഐസോടോണിനാണ് ഉദാഹരണം. ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഞാനതാ നോക്കിയത് എന്താ ഞാൻ ഈ പറയുന്നതെന്ന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിസ്റ്റേക്ക് നമ്മൾ പറയാറുണ്ടല്ലേ, അത് നിങ്ങൾ ക്ഷമിച്ചേക്കാം. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. അപ്പോൾ അടുത്ത് നോക്കിയ ഉപലോഹങ്ങൾ നമ്മൾ ഓപ്ഷന് കൊടുത്തേക്കുന്നു. ഉപലോഹങ്ങൾ എന്ന് പറയുമ്പം ഏതൊക്കെയാണ് വരുന്ന ഉപലോഹങ്ങൾ? മെറ്റലോയിഡ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. സിലിക്കണും ജെർമേനിയും ഒക്കെ എന്താ ഉപലോഹങ്ങളല്ലേ? സിലിക്കണും ജെർമേനിയും ഒക്കെ. അപ്പം ഉപലോഹങ്ങൾക്ക് ഉദാഹരണമാണ് ബോറോൺ, സിലിക്കൺ, ജെർമേനിയം. പിന്നെ ആർസെനിക്, ആൻറ്റിമണി, ഇതൊക്കെ എന്താണ്? ഉപലോഹങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഐസോടോണുകൾ എന്താണ്, ഐസോബാറുകൾ എന്താണ്, ഐസോടോപ്പുകൾ എന്താണ്. ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക് നമ്പരും ആണെങ്കിൽ എന്താണ്? ഒരേ മാസ് നമ്പർ, അതാണെങ്കിൽ ഐസോബാറുകളാണ്. ബാറുകൾ. ഒരു ഓർത്തിരിക്കാൻ ഒരു കോഡ് പറയുകയാണെങ്കിൽ നമ്മൾ ബാർ മാഗ്നറ്റ് എടുക്കുക. 2 കഷ്ണം ബാർ മാഗ്നറ്റ് എടുത്തു. നമ്മൾ ബാർ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ എല്ലാം തുല്യമായിരിക്കത്തില്ല, അതിൻ്റെ വെയിറ്റ് എല്ലാം തുല്യമായിരിക്കത്തില്ലേ? അതാണ് ബാർ മാസും. അതിൻ്റെ എല്ലാം മാസുകൾ തുല്യമായിരിക്കും എന്ന് ഓർത്താൽ മതി. അറ്റോമിക് നമ്പർ വ്യത്യാസം ആയിരിക്കും. ചുമ്മാ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഐസോടോൺ എന്ന് പറയുമ്പോൾ എന്താ? സെയിം ന്യൂട്രോണും ഡിഫറെൻറ്റ് പ്രോട്ടോണും ആയിരിക്കും. സെയിം ന്യൂട്രോൺ എന്ന് ഓർത്താൽ മതി. ടോണുകൾ ന്യൂട്രോണിന് ന്യൂട്രോൺ എന്ന് എഴുതുമ്പോൾ ഐസോടോൺ എന്ന് എഴുതുമ്പോൾ ഇങ്ങനെയല്ലേ എഴുതുന്നത്? ഐസോട്ടോൺ. ന്യൂട്രോൺ എന്ന് എഴുതുന്നത് എങ്ങനെ? ന്യൂട്രോൺ. ഇതിനകത്ത് ഈ ആറങ്ങ് വെട്ടിക്കളഞ്ഞ്, അപ്പോൾ ന്യൂട്ടോൺ എന്ന് വായിക്കത്തില്ലേ? ന്യൂട്ടോൺ. 6 വെട്ടിക്കളയുമ്പോൾ ന്യൂട്ടോൺ എന്നല്ലേ വായിക്കുന്നത്. അപ്പോൾ ടോൺ അങ്ങനെ ഓർത്തിരിക്കുക. ന്യൂട്രോൺ, ഐസോട്ടോൺ. പിന്നെ ഐസോടോപ്പുകൾ, ഐസോബാറുകൾ രണ്ടും ഏതിലും ഒന്ന് ഓർത്തിരിക്കുക. മാസ് നമ്പർ ഒരേപോലെ ആണെങ്കിൽ അത് ഐസോബാറുകൾ, ഡിഫറെൻ്റ് ആണെങ്കിൽ അത് ഐസോടോപ്പുകൾ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അത് ഫിസിക്സിൻ്റെ വല്ലതുമായിരിക്കാം. അപ്പം അതിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഫിസിക്സിനെ സംബന്ധിച്ച് പറയാം. ഓക്കെ, താങ്ക് യു.